ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബാബുപോൾ സാറിനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് സിവിൽ സർവീസ് എന്നുള്ള ഒരു മോഹം എൻ്റെ മനസ്സിൽ ശരിക്കും വരുന്നത്, ഒരു വിത്ത് പാകുന്നത് അവിടെ നിന്നാണ്. അതിനുശേഷം പിന്നെ വർഷങ്ങൾ, ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത്. ആ 20 വർഷങ്ങളിൽ അദ്ദേഹം ആരാ ഞാൻ ആരാ എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് സിവിൽ സർവീസ് പരിശീലനത്തിനായി തിരികെ വരുന്നു. അപ്പോൾ അവിടെ സ്റ്റേറ്റ് അക്കാഡമിയിൽ ബാബുപോൾ സാറ് മെൻറ്റോർ എമിറിറ്റസ് ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനായിട്ട് ഇവരൊരു ക്ലാസ് വെച്ചു അക്കാഡമിയിൽ. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ബാബുപോൾ സാറ് വന്നിരുന്നു, അവിടുത്തെ മെൻറ്ററായിട്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞു തന്നു. ഒരു വലിയൊരു ഹാളാണ് അവിടെ. എനിക്കൊന്ന് 190-ലേറെ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കാണാം ആ ഒരു ബാച്ചിൽ തന്നെ. അപ്പോൾ അതിലൊരു 5-മത്തെയോ 6-മത്തെയോ നിരയിലായിരിക്കും ഞാനിരിക്കുക, ഏറ്റവും ഫ്രണ്ടിലൊന്നും അല്ലായിരുന്നു അന്ന്. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം അങ്ങോട്ട്, എന്താണ് ചോദിച്ചതെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം വളരെ നല്ല ചോദ്യം എന്നൊക്കെ ഒന്ന് അഭിനന്ദിച്ചു. എന്നിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ക്ലാസ്സിൽ നിന്നും എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കോർഡിനേറ്ററിനോട് അദ്ദേഹം പറഞ്ഞു, ആ ചോദ്യം ചോദിച്ച പുറകിൽ 5-മത്തെയോ 6-മത്തെയോ നിരയിലിരുന്ന ആ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നെ സ്പോട്ട് ചെയ്ത് വിളിക്കുകയാണ് ഇത്രയും വലിയ ഒരു ക്രൗഡിൽ നിന്നും. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിക്കാലത്ത് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എന്നൊരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനുള്ളൊരു ആവേശം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തെ കണ്ടിട്ടാണ് എനിക്ക് IAS എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിൽ വന്നത് എന്നൊക്കെ അദ്ദേഹത്തിനോട് പറയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ, എന്നാൽ ഇത്രയും കൂട്ടത്തിനിടയിൽ എങ്ങനെയാണ് പുറകെ പോവുക എന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ മാത്രം വിളിക്കുന്നു, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യം ഞാൻ പറയാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നതിന് മുന്നേ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, I see God's presence in you മോളെ, you will bring laurels to this state എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നതിന് മുമ്പേ അത് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ സ്വർഗം കിട്ടിയതായിരുന്നു ശരിക്കും ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ MBBS കഴിഞ്ഞു, ഇത്രയും അൺസർട്ടൺ ആയിട്ടുള്ള ഒരു മേഖലയിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് എന്നൊക്കെയുള്ള, ഞാൻ ജസ്റ്റ് ആരംഭിക്കുന്നേ ഉള്ളൂ എൻ്റെ സിവിൽ സർവീസ് പാത എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലക്ഷ്യം പൂർത്തിയായി എന്നുള്ളത് പോലത്തെ ഒരു നിമിഷമായിരുന്നു അത്. അപ്പം അതൊക്കെ ഇപ്പം ഹൗ ഡിഡ് ഹിയർ മീ എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ I don't know, I didn't do anything to capture his attention intentionally, but you were heard. Yeah, I was heard, and that just happens. And I think when there is so much of conviction in what you do and you do it with all your honesty, as they say, probably the universe conspires to make it happen. Athre enke parayan ariyo.